Sunrise on the Hills. Sunrise on the Hills is a beautiful poem written by the famous American poet Henry Wadsworth Longfellow. Henry Wadsworth Longfellow is H W Longfellow. He is an American poet. Sunrise on the Hills. കുന്നുകൾക്കിടയിലൂടെ അല്ലെങ്കിൽ മലകൾക്കിടയിലൂടെയുള്ള സൂര്യോദയം. The poem presents the experience of the poet when he watches the sunrise amidst the hills. ഒരു പ്രഭാതത്തിൽ പോയറ്റ് ഒരു കുന്നിൻ മുകളിൽ നിൽക്കുകയായിരുന്നു. മലകൾക്കിടയിലൂടെ സൂര്യൻ ഉദിച്ചു വന്നപ്പോൾ ഈ പ്രകൃതിയിൽ എന്തൊക്കെ കാണാനിടയായി, എന്തൊക്കെ കേൾക്കാനിടയായി, എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്ന ഈ പോയറ്റിൻ്റെ എക്സ്പീരിയൻസാണ് ഈ പോം. The experience of the poet when he saw the sunrise on the hills. The poem praises the beauty of nature and how nature can comfort you when you are in trouble or difficulty. ഈ പോമിലെ പോയറ്റ് പ്രകൃതിയുടെ സൗന്ദര്യം പുകഴ്ത്തുകയാണ്. അതുപോലെ നമ്മൾ വിഷമിക്കുമ്പോൾ പ്രകൃതിക്ക് നമ്മളെ എങ്ങനെ കംഫർട്ട് ചെയ്യാം, ആശ്വസിപ്പിക്കാമെന്നും പോയറ്റ് ഈ പോയമിൽ കൂടെ പറയുന്നു. Shall we begin the poem? Sunrise on the Hills by H W Longfellow. I stood upon the hills when heaven's wide arch was glorious with the sun's returning march, and woods were brightened and soft gales went forth to kiss the sun-clad vales. I stood upon the hills. Here, the poet himself narrates the poem, narrates his experiences when he was standing on the hills. So who is I here? I here stands for the poet. ഇവിടെ ഐ എന്ന് പറയുന്നത് പോയറ്റ് തന്നെയാണ്. പോയറ്റിൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. I stood upon the hills when heaven's wide arch was glorious with the sun's returning march. When heaven's wide arch, heaven's wide arch, വളരെ വിശാലമായ ഈ ഹെവൻ്റെ ആർച്ച് എന്ന് പറയുന്നത് എന്താണ്? That is the sky. Heaven's wide arch represents the sky. The sky was glorious with the sun's returning march. Here the poet says the sun is on his returning march. Returning march എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം വീണ്ടും അത് മാർച്ച് ചെയ്ത് തിരിച്ചു വരികയാണ്. സൂര്യൻ ഉദിച്ചു വരികയാണ്. അസ്തമയത്തിന് ശേഷം വീണ്ടും സൂര്യോദയമായി തിരിച്ചു വരുന്നു. സാധാരണ മാർച്ച് ചെയ്യുന്നത് പട്ടാളക്കാരാണ്, സോൾജേഴ്സ്. ബട്ട് ഇവിടെ പോയിട്ട് പറയുന്നത് ദ സൺ ഈസ് ഓൺ ഹിസ് റിട്ടേണിംഗ് മാർച്ച്. ഒരു പേഴ്സൺ അല്ലാത്ത സണ്ണിനെ, ഒരു ഇനാനിമേറ്റായ സണ്ണിനെ പേഴ്സണായിട്ട് ഇവിടെ റിപ്രസെൻ്റ് ചെയ്യുമ്പോൾ ദ ഫിഗർ ഓഫ് സ്പീച്ച് ഈസ് പേഴ്സോണിഫിക്കേഷൻ. ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അലങ്കാരം. പോയമിനെ ബ്യൂട്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടി, അലങ്കരിക്കുന്നതിന് വേണ്ടി പോയറ്റ്സ് ഉപയോഗിക്കുന്ന ചില പ്രയോഗങ്ങളാണ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് അല്ലെങ്കിൽ ഫിഗർ ഓഫ് സ്പീച്ച്. ലുക്ക് അറ്റ് ദ ഫസ്റ്റ് ടു ലൈൻസ് അഗെയിൻ. I stood upon the hills when heaven's wide arch was glorious with the sun's returning march. What does the heaven's wide arch represent here? Heaven's wide arch represents the sky. What is the figure of speech in the second line? That is personification. Third line. And woods were brightened and soft gales went forth to kiss the sun-clad vales. When the sun rises on the hills, the woods were brightened. Woods means small forest. സൂര്യപ്രകാശം തട്ടി ആ ചെറിയ കാട് ബ്രൈറ്റൻഡ്, തെളിഞ്ഞു. And soft gales went forth to kiss the sun-clad vales. Gales means winds. Soft gales means ഇളംകാറ്റ്. ഇളംകാറ്റ് went forth to kiss the sun-clad vales. Went forth to kiss the sun-clad vales. Clad means clothed. Sun-clad means clothed by sunlight. സൂര്യപ്രകാശം മൂടിയിരിക്കുന്ന ആ വെയിൽസ്. വെയിൽസ് എന്ന് പറഞ്ഞാൽ വാലി, താഴ്വര. ആ താഴ്ന്ന പ്രദേശത്തേക്ക് സോഫ്റ്റ് ഗെയിൽസ്, ഇളങ്കാറ്റ് അങ്ങനെ പതുക്കെ വെൻ ഫോർ ടു കിസ്, ആ താഴ്വര, സൂര്യപ്രകാശം മൂടിയിരിക്കുന്ന ആ താഴ്വരയെ കിസ് ചെയ്യുന്നതിന് വേണ്ടി പോയി. ഇവിടെ സോഫ്റ്റ് ഗെയിൽസ് എന്ന് പറഞ്ഞാൽ നല്ല കാറ്റാണ്.
പക്ഷേ അത് സോഫ്റ്റായിട്ട് ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് പറയുകയാണ്. അപ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ അവിടെ ഫിഗർ ഓഫ് സ്പീച്ച് ഓക്സിമറോൺ. ഓക്സിമറോണിന് മറ്റ് എക്സാമ്പിൾസ് നിങ്ങൾ ഡെത്ത് ലെവലറിൽ പഠിച്ചു. വിക്ടർ, വിക്റ്റിം, ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഓക്സിമറോൺ. നെക്സ്റ്റ് ലൈൻ, ദ ക്ലൗഡ്സ് വെയർ ഫാർ ബിനീത്ത് മീ. ആ ക്ലൗഡ്സ്, മേഘങ്ങൾ എന്നിൽ നിന്നും വളരെ താഴെയായിരുന്നു. ബിക്കോസ് ദ പോയിറ്റ് വാസ് സ്റ്റാൻഡിങ് ഓൺ ദ ഹിൽ. bathed in light. What is bathed in light here? The clouds were bathed in light. ഈ മേഘങ്ങളെല്ലാം ആ പ്രകാശത്തിൽ, സൂര്യൻ്റെ ലൈറ്റിൽ കുളിച്ചു നിൽക്കുകയായിരുന്നു. They gathered midway round the wooded height. ഈ ക്ലൗഡ്സ് ആ വുഡഡ് ഹൈറ്റിൻ്റെ ഏകദേശം മിഡ് പകുതിയോളം വന്ന് അതങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കാറ്റടിക്കുന്നതനുസരിച്ച് ഈ മേഘങ്ങൾ അങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. And in their fading glory shone like horse in battle overthrown. ഇങ്ങനെ കാറ്റടിച്ച് മേഘങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദാറ്റ് ഈസ് ഫെയ്ഡിങ്, ഇറ്റ്സ് ഗ്ലോറി ഈസ് ഫെയ്ഡിങ്. അതിൻ്റെ ആ ലൈറ്റ് തട്ടിയിട്ടുള്ള ആ ഗ്ലോറി അങ്ങനെ ഫെയ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫെയ്ഡ് ആവുക എന്ന് പറഞ്ഞാൽ മങ്ങിപ്പോവുക. ഇവിടെ ആ ഒരു ഷൈനെസ് അല്ലെങ്കിൽ ബ്രൈറ്റ്നെസ്, അതിൻ്റെ ഗ്ലോറി ഫെയ്ഡായി പോയ ആ ഒരു ക്ലൗഡ്സിനെ പോയിട്ട് മറ്റൊരു കാര്യവുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. Now the clouds are like horse in battle overthrown. യുദ്ധത്തിൽ പരാജയപ്പെട്ട ഹോസ്റ്റിനെ പോലെ, ആതിഥേയരെ പോലെയാണ് പോയറ്റ് ഇവിടെ ക്ലൗഡ്സിനെ കമ്പയർ ചെയ്യുന്നത്. Here the poet compares the fading clouds with horse in battle. That is like horse in battle overthrown. Now, can you identify the figure of speech in this line? Yes, simile, simile. ഒന്നിനെ മറ്റൊന്നുമായി ലൈക്ക് അല്ലെങ്കിൽ ആസ് ഉപയോഗിച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ദ ഫിഗർ ഓഫ് സ്പീച്ച് ഈസ് സിമിലി. നെക്സ്റ്റ് ലൈൻ, ആസ് മെനി എ പിന്നക്കിൾ വിത്ത് ഷിഫ്റ്റിംഗ് ഗ്ലാൻസ് through the grey mist thrust up its shattered lance, and rocking on the cliff was left the dark pine blasted bare and cleft. As many a pinnacle, pinnacle means peak, the peak of the mountains, ആ മലയുടെ മുകൾ ഭാഗം. വിത്ത് ഷിഫ്റ്റിംഗ് ഗ്ലാൻസ്, ആ സൂര്യൻ്റെ പ്രകാശമടിച്ച് മേഘങ്ങൾ മാറുന്നതനുസരിച്ച് അതിൻ്റെ ഗ്ലാൻസ്, അതിൻ്റെ ഷൈനിങ്, ഷിഫ്റ്റിംഗ് മാറിക്കൊണ്ടേയിരിക്കുന്നു. ത്രൂ ദ ഗ്രേ മിസ്റ്റ് ത്രസ്റ്റ് അപ്പ് ഇറ്റ്സ് ഷാറ്റേർഡ് ലാൻഡ്സ്. മിസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാം നിങ്ങൾക്ക്, മൂടൽമഞ്ഞ്. അപ്പോൾ ഈ മഞ്ഞ്, മൂടൽ മഞ്ഞെല്ലാം സൂര്യൻ്റെ ലൈറ്റ് അടിക്കുമ്പോൾ, ആ പ്രകാശം തട്ടുമ്പോൾ അത് ഉരുകി മാറാറുണ്ട്. കൊടൈക്കനാൽ, ഊട്ടി പോലുള്ള സ്ഥലങ്ങളിൽ ടൂർ പോയിട്ടുള്ളവർക്കറിയാം, നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ആ മൂടൽ മഞ്ഞ്, ആ മിസ്റ്റ് ഇങ്ങനെ മാറിക്കൊണ്ടു പോകും, മറ്റൊരു സ്ഥലത്ത് കാണാം. അത് പിന്നെ സൂര്യൻ്റെ ലൈറ്റ് അടിക്കുമ്പോഴേക്കും അത് ഉരുകിപ്പോകും. ആ ഒരു പ്രകൃതി ഭംഗി, ആ ബ്യൂട്ടി ഓഫ് നേച്ചർ എൻജോയ് ചെയ്യുന്നതിനാണ് ഊട്ടിയിലും കൊടൈക്കനാലും ഒക്കെ നമ്മൾ ടൂർ പോകുന്നത്. അപ്പോൾ ഇവിടെയും അതുപോലൊരു സ്ഥലമാണ്. അങ്ങനെ ആ ഗ്രേ മിസ്റ്റ് മാറിയപ്പോൾ ഈ മലകളുടെ മുകൾ ഭാഗം, ദാറ്റ് ഈസ് ലൈക്ക് ഷാറ്റേർഡ് ലാൻഡ്സ്. ലാൻഡ്സ് മീൻസ് സ്പിയർ, കുന്തങ്ങൾ പോലെ കാണപ്പെട്ടു. ആൻഡ് റോക്കിംഗ് ഓൺ ദ ക്ലിഫ് വാസ് ലെഫ്റ്റ്. ആ മിസ്റ്റ്, മൂടൽമഞ്ഞ്, ആ മേഘം മാറിയപ്പോഴേക്കും റോക്കിംഗ് ഓൺ ദ ക്ലിഫ്, ക്ലിഫ് എന്ന് പറഞ്ഞാൽ വളരെ കുത്തനെയുള്ള ആ പാറ, അത് ദാറ്റ് വാസ് ലെഫ്റ്റ്, അത് മാത്രം അവശേഷിച്ചു. ദ ഡാർക്ക് പൈൻ ബ്ലാസ്റ്റഡ് ബയർ ആൻഡ് ക്ലെഫ്റ്റ്. ക്ലെഫ്റ്റ് മീൻസ് സ്പ്ലിറ്റായ, അതിങ്ങനെ ആ ഡാർക്ക് പൈൻസ് എല്ലാം പിളർന്ന് വളരെ ബയർ, തരിശായി നിൽക്കുന്നത് പോലെ ഈ പോയിറ്റ് കണ്ടു. So in the first stanza, the poet says the things that he saw while he was standing on the hill. സൺറൈസ് ആയപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം അവിടെ കണ്ടത് എന്നാണ് ഈ ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. ഈ ഫസ്റ്റ് സ്റ്റാൻസ മുഴുവനും കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഒരു പ്രാവശ്യം നോക്കാം. നെക്സ്റ്റ് ലൈൻ, ദ വെയിൽ ഓഫ് ക്ലൗഡ് വാസ് ലിഫ്റ്റഡ് ആൻഡ് ബിലോ ഗ്ലോഡ് ദ റിച്ച് വാലി. ദ വെയിൽ ഓഫ് ക്ലൗഡ് വാസ് ലിഫ്റ്റഡ് ബൈ ദ സൺലൈറ്റ്. സൂര്യപ്രകാശം തട്ടിയപ്പോൾ ആ വെയിൽ എന്ന് പറഞ്ഞാൽ മൂടുപടം, ആ മേഘത്തിൻ്റെ മൂടുപടം മാറി. And at that time the poet could see the rich valley is glowing below him. സൂര്യപ്രകാശമടിച്ച് ആ മേഘങ്ങൾ മാറിയപ്പോൾ അങ്ങ് താഴെ ആ വാലി, താഴ്വര, that is glowing, shining.
And the river's flow was darkened by the forest shade or glistened in the white cascade. He saw a river flowing and it was darkened by the forest shade. സൂര്യൻ്റെ വെയിൽ കൊണ്ട് ആ മേഘങ്ങൾ മാറിയപ്പോൾ പോയറ്റ് ഒരു റിവർ അവിടെ ഒഴുകുന്നത് കണ്ടു. And the river was darkened by the forest shade. That means ആ റിവറിൻ്റെ കരയിൽ ഫോറസ്റ്റാണ്, ആ ചെറിയൊരു കാടാണ്. ആ കാട്ടിലെ മരങ്ങളുടെ നിഴൽ ആ നദിയിൽ പതിച്ചിട്ട് that was darkened or glistened in the white cascade. Glistened means glistening, shining by the white cascade. Cascade is small waterfalls, ചെറിയ വെള്ളച്ചാട്ടം. ആ റിവറിൻ്റെ അറ്റത്ത് ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടത്താൽ ആ റിവർ that is glistening. Where upward in the mellow blush of day, the noisy bittern wheeled his spiral way. Where upward in the mellow blush of day. Blush of day എന്ന് പറഞ്ഞാൽ ആ സൂര്യൻ ഉദിച്ചു വരുന്ന ആ സമയത്തെ കളറാണ്, പെയിൽ പിങ്ക് കളർ. The noisy bittern wheeled his spiral way. Bittern means that's a bird. അതൊരു തരം ബേർഡാണ്. Noisy bittern means here the bird is making noises and wheeled his spiral way. That is flying in a spiral way. ഒരു സ്പ്രിംഗ് പോലെ ഒരു സ്പൈറലിൻ്റെ ഷേപ്പിൽ ആ ബിറ്റേൺ ബേർഡ് അങ്ങനെ പറന്നു പോകുന്നത് ഈ പോയറ്റ് കണ്ടു. So now you have an idea on the first stanza. In the first stanza, the poet says what are the things he saw while he was standing on the hills. Now, can you say what are the visuals or the sights? നമുക്കിങ്ങനെ വിഷ്വൽ ചെയ്ത് ഇമാജിൻ ചെയ്ത് കാണാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് വിഷ്വൽ ഇമേജസ് എന്ന് പറയുന്നത്. നമുക്ക് ചില കാര്യങ്ങൾ കേൾക്കാൻ പറ്റും, അല്ലേ? നമുക്ക് കേൾക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ആ ഇമേജസിനെയാണ് ഓഡിറ്ററി ഇമേജസ് എന്ന് പറയുന്നത്, കേൾക്കുന്ന ഇമേജസ്. ഇമേജ് മീൻസ് പിക്ചേഴ്സ്. അപ്പോൾ നമുക്ക് ഈ പോം വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിൽ കാണാൻ പറ്റുന്നു, ചിലത് കേൾക്കാൻ പറ്റുന്നു, ചിലത് മൂവ് ചെയ്യുന്നതായിട്ട് തോന്നുന്നു. അപ്പോൾ അങ്ങനെ മൂവ് ചെയ്യുന്ന ആ ഇമേജസിന് നമ്മൾ പറയുന്നതാണ് കിനസ്തെറ്റിക് ഇമേജസ്. ഈ ഫസ്റ്റ് സ്റ്റാൻസിൽ തന്നെ ഈ 3 ഇമേജസിനും എക്സാമ്പിൾസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വിഷ്വൽ ഇമേജസ്, ഓഡിറ്ററി ഇമേജസ് ആൻഡ് കിനസ്തെറ്റിക് ഇമേജസ്. Can you identify the visual images from the first stanza? Heaven's wide arch, brightened woods, sun-clad vales, clouds bathed in light, pinnacle, dark pine, valley, river, cascade and bittern. These are the visual images from the first stanza. Let's move on to the second stanza. In the second stanza also, he says about the things that he heard and saw while he was standing on the hills. I heard the distant waters dash. I saw the current whirl and flash. I heard, ഞാൻ കേട്ടു, the distant waters dash. അങ്ങകലെ ആ കാസ്കേഡ് വെള്ളച്ചാട്ടത്തിൽ വെള്ളം വീഴുന്ന ശബ്ദം ഞാൻ കേട്ടു. I saw the current whirl and flash. I saw, ഞാൻ കണ്ടു, the current whirl and flash. ആ വെള്ളം വീണ് ആ ഫ്ലാഷിംഗ് സൗണ്ട് കേൾക്കുകയും കാണുകയും ചെയ്തു. And richly by the blue lake silver beach, the woods were bending with a silent reach. And richly by the blue lake silver beach, there the poet saw a blue lake. Lake എന്ന് പറഞ്ഞാൽ തടാകം, വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു തടാകം. ആൻഡ് ദ ബ്ലൂ ലേക്ക് സിൽവർ ബീച്ച്. ബീച്ച് എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക്, നമ്മളെ കടലിൻ്റെ ബീച്ച് നിങ്ങൾക്കറിയാം. ഇവിടെ ലേക്കിൻ്റെ ബീച്ചാണ്, കടൽ ആ ഒരു ലേക്കിൻ്റെ തീരം. ദാറ്റ് വാസ് ഇൻ ദ സിൽവർ കളർ ആൻഡ് ദ കളർ ഓഫ് ദ ലേക്ക് ഈസ് ഹിയർ ബ്ലൂ. സൺലൈറ്റ് പതിച്ച് ലേക്ക് ബ്ലൂ കളറായും ബീച്ച് സിൽവർ കളറായും ആ പോയറ്റ് കണ്ടു. ദ വുഡ്സ് വെയർ ബെൻഡിങ് വിത്ത് എ സൈലൻറ്റ് റീച്ച്. ആ തടാകത്തിന് ചുറ്റും അതിൻ്റെ കരയിൽ വുഡ്സാണ്, സ്മോൾ ഫോറസ്റ്റാണ്. അത് വളരെ സൈലൻ്റായിട്ട് പതുക്കെ ഈ തടാകത്തിലേക്ക് അങ്ങനെ ബെൻഡ് ചെയ്ത് വളഞ്ഞു നിൽക്കുന്നതായിട്ട് ഈ പോയറ്റ് കണ്ടു. ദെൻ over the vale with its gentle swell, the music of the village bell came sweetly to the echo-giving hills.
Then over the vale means valley, ആ താഴ്വരയിലൂടെ with a gentle swell, വളരെ പതുക്കെ, the music of the village bell came sweetly to the echo giving hills. ആ ഹിൽസിനെല്ലാം ഒരു എക്കോ കൊടുത്തുകൊണ്ട് ആ പോയറ്റ് അവിടെ ഒരു കാര്യം കേട്ടു. ദാറ്റ് ഈസ് ദ മ്യൂസിക് ഓഫ് ദ വില്ലേജ് ബെൽ. പോയറ്റ് പറയുന്നത് അതിനടുത്തായിട്ട് അവിടെ ഒരു വില്ലേജ് ഉണ്ട്. ആ വില്ലേജിൽ നിന്നും ഒരു ബെല്ലിൻ്റെ ശബ്ദം, ആ ബെല്ലിൻ്റെ ശബ്ദം ദാറ്റ് മേ ബി ഫ്രം എ ചേർച്ച് ഓർ എ ടെമ്പിൾ. അങ്ങ് അകലെ വില്ലേജിൽ നിന്നും ഒരു അമ്പലത്തിൻ്റെയോ പള്ളിയുടെയോ ഒരു വില്ലേജ് ബെല്ലിൻ്റെ ശബ്ദം ഈ പോയറ്റ് കേട്ടു. ദാറ്റ് വാസ് എക്കോയിങ് ഇൻ ദ ഹിൽസ്. ആൻഡ് the wild horn whose voice the woodland fills was ringing to the merry shout. Wild horn. Horn is owl, moonga. Wild horn means കാട്ടിലെ മൂങ്ങ. The sound of the wild horn is filled with the woodland. ആ കാട് മുഴുവനും ഈ കാട്ടിലെ മൂങ്ങയുടെ ശബ്ദം കേൾക്കാം. That was ringing to the merry shout. Merry means making sounds with happy. That faint and far the glen sent out. The sound of the wild horn is fainting. Fainting എന്ന് പറഞ്ഞാൽ പതിയെ പതിയെ അത് പതിഞ്ഞു പോവുകയാണ്. And far the glen sent out. Glen means valley. ആ താഴ്വരയിൽ നിന്ന് പോലും അതിൻ്റെ ശബ്ദം അങ്ങനെ അതിങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുന്നു. Where answering to the sudden shot thin smoke through thick leaved branches from the dingle brook. ഇതിനെല്ലാം മറുപടി എന്നോണം ഈ പോയിറ്റ് ഒരു കാഴ്ച കണ്ടു. എ തിൻ സ്മോക്ക് കമ്മിങ് ത്രൂ ദ തിക്ക് ലീവ്ഡ് ബ്രാഞ്ചസ് ഫ്രം ദ ഡിങ്കിൾ ബ്രോക്ക്. ഡിങ്കിൾ മീൻസ് വുഡഡ് വാലി. ആ മരങ്ങൾ നിറഞ്ഞ ആ വാലിയെ ബ്രേക്ക് ചെയ്ത് ആ തിക്ക് ലീവ്ഡ് ബ്രാഞ്ചസിലൂടെ, ആ ഇടതൂർന്ന ബ്രാഞ്ചസിനിടയിൽ കൂടെ ഒരു സ്മോക്ക്, ഒരു പുക അങ്ങനെ വരുന്നത് ഈ പോയറ്റ് കണ്ടു. അപ്പോൾ ഇത് പോയറ്റ് കണ്ട ഒരു കാര്യത്തിൽ ഉൾപ്പെടും. കണ്ട കാര്യത്തിന് നമ്മൾ പറയുന്നത് വിഷ്വൽ ഇമേജ്. ഈ സെക്കൻഡ് സ്റ്റാൻസയിൽ പോയറ്റ് കണ്ടതും കേട്ടതുമായ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിൽ വിഷ്വൽ ഇമേജസും ഉണ്ട്, ഓഡിറ്ററി ഇമേജസും ഉണ്ട്, മൂവ്മെൻറ്റ്സും ഉണ്ട്. ആ സ്മോക്ക്, പുക ഇങ്ങനെ മൂവ് ചെയ്യുന്നു പോകുന്നത് കണ്ടു. So kinesthetic images is also there. So what are the visual images in the second stanza? The whirl and flash of water, the blue lake's silver beach, the woods, and smoke through thick leaved branches. Can you identify the auditory images? കേട്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാമോ? From the first and second stanza, the sound of the water, the music of the village bell, and the merry making sound of the wild horn. Victors ക്ലാസ്സിലെ ഫസ്റ്റ് അസൈൻമെൻറ്റ് ഇതായിരുന്നു. What are the things the poet heard and saw while he was standing on the hill? ആ കുന്നിൻ മുകളിൽ നിന്ന പോയറ്റ് കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? Now, can you write the answer? I'm sure you could write the answer very clearly. Let's move on to the last stanza. It's a small stanza, but it is very important. Listen. If thou art worn and heart beset with sorrows that thou wouldst forget. In this stanza, there are some old English words. ഇവിടെ കുറെ പഴയ ഇംഗ്ലീഷ് വേർഡ്സ് ഉണ്ട്. Thou means you. Art means are. If thou art, that means if you are worn and heart beset. Beset means affected with something. നിങ്ങളുടെ മനസ്സിനെ എന്തെങ്കിലും അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, that is beset with sorrows that thou wouldst forget. Beset, that is affected with sorrows, വിഷമങ്ങൾ, നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത എന്തെങ്കിലും വിഷമങ്ങൾ നിങ്ങളുടെ മനസ്സിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, here thou means you, wouldst means would not, wouldst forget means would not forget. If thou wouldst read a lesson that will keep thy heart from fainting and thy soul from sleep. If you could not read anything and thy heart, thy means your heart from fainting and thy soul from sleep,
ഉറങ്ങാൻ പറ്റാത്ത വിധം നിങ്ങളുടെ മനസ്സിനെ എന്തെങ്കിലും അഫക്റ്റ് ചെയ്യുന്നുവെങ്കിൽ ഗോ ടു ദ വുഡ്സ് ആൻഡ് ഹിൽസ്, നോ ടിയേഴ്സ് ഡിം ദ സ്വീറ്റ് ലുക്ക് ദാറ്റ് നേച്ചർ വെയേഴ്സ്. നമ്മുടെ മനസ്സിന് ഏതെങ്കിലും വിഷമങ്ങൾ അലട്ടുകയാണെങ്കിൽ നമ്മൾ കുന്നുകളിലേക്കും മലകളിലേക്കും പോയി നമ്മുടെ വിഷമങ്ങളൊക്കെ മാറ്റണം. ആ പ്രകൃതി ഭംഗി ആസ്വദിക്കുമ്പോൾ അതെല്ലാം മാറിപ്പോകുമെന്നാണ് പോയറ്റ് ഇവിടെ പറയുന്നത്. നോ ടിയേഴ്സ് ഡിം ദ സ്വീറ്റ് ലുക്ക് ദാറ്റ് നേച്ചർ വെയേഴ്സ്. പ്രകൃതിയുടെ മനോഹരമായ ദൃശ്യങ്ങൾ നമ്മുടെ കണ്ണുനീരെല്ലാം മാറ്റും. This third and final stanza carries the essence of the entire poem. ഈ പോയമിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ ഐഡിയാസ് എല്ലാം ഈ തേർഡ് സ്റ്റാൻസയിലാണ് ഉള്ളത്. The poet says that if you are tired and troubled with the problems and sorrows that you want to forget, you must certainly visit the forest and hills. മറക്കാനാവാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളും വിഷമങ്ങളും നമ്മൾ അലട്ടുന്നെങ്കിൽ നമ്മളൊരു യാത്ര പോവുക. നമ്മൾ പ്രകൃതി ഭംഗി ആസ്വദിക്കുമ്പോൾ അതെല്ലാം നമുക്ക് മറക്കാൻ സാധിക്കുമെന്നാണ് പോയിട്ട് പറയുന്നത്. ദെൻ വി വിൽ ഫീൽ റിലാക്സ്ഡ്. അപ്പോൾ നമ്മൾ റിലാക്സ്ഡായി മാറും. ഹോപ്പ് യു ഗോട്ട് ആൻ ഐഡിയ ഓൺ ദ പോയം ദ സൺറൈസ് ഓൺ ദ ഹിൽസ്. ഈ പോയമിലെ ഇമ്പോർട്ടൻ്റ് ആയ ഇമേജറീസ് എല്ലാം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി. വിഷ്വൽ ഇമേജറി, ഓഡിറ്ററി ഇമേജറി ആൻഡ് കിനെസ്തെറ്റിക് ഇമേജറി. ഒരു പോം വായിക്കുമ്പോൾ ഇമാജിനേഷനിൽ നമുക്ക് കാണാൻ പറ്റുന്ന, പിക്ചറൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് വിഷ്വൽ ഇമേജറി. ഇമാജിനേഷനിലൂടെ നമുക്ക് കേൾക്കാൻ പറ്റുന്ന, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന സൗണ്ട്സാണ് ഓഡിറ്ററി ഇമേജറി. മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഫീൽ ചെയ്യുന്ന ഇമേജറിയാണ് കിനെസ്തെറ്റിക് ഇമേജറി. ഈ പോയമിൽ കിനെസ്തെറ്റിക് ഇമേജറി ധാരാളമുണ്ട്. ഫസ്റ്റ് സ്റ്റാൻസയിൽ സൺസ് റിട്ടേണിംഗ് മാർച്ച്, ദ സോഫ്റ്റ് ഗെയിൽസ് went forth to kiss the sun-clad vales. The clouds are moving or fading. The bittern is flying in a spiral way. In the second stanza, the thin smoke is moving through the thick-leaved branches. So now you are clear about the imageries: visual imagery, kinesthetic imagery and auditory imagery. ഇനി നമുക്ക് സ്മെൽ ഫീൽ ചെയ്യാൻ പറ്റുന്നൊരു ഇമേജറിയാണ് ഓൾഫാക്ടറി ഇമേജറീസ്. നിങ്ങളുടെ നെക്സ്റ്റ് ലെസൺ ദ ട്രിപ്പ് ഓഫ് ലേഹോള, അതിൽ ഓൾഫാക്ടറി ഇമേജസ് ഉണ്ട്. അത് വരുമ്പോൾ നമുക്കത് പരിചയപ്പെടാം. Another type of image is tactile images, the images that we can touch and feel. Sunrise on the hillsലെ ടാക്ടൈൽ ഇമേജിന് ഒരു എക്സാമ്പിളാണ് തേർഡ് ലൈനിലെ സോഫ്റ്റ് ഗെയിൽസ് വെൻ ഫോർത്ത് ടു കിസ് ദ സൺ ക്ലാഡ് വെയിൽസ്. ഇവിടെ സോഫ്റ്റ് ഗെയിൽസ് സൺ ക്ലാഡഡ് വെയിൽസ്, അതായത് സൺലൈറ്റ് പുതച്ച ആ വാലിയെ കിസ് ചെയ്യാൻ പോകുമ്പോൾ അത് നമുക്കൊന്ന് ഫീൽ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ ടാക്ടൈൽ ഇമേജ്. നൗ ലെറ്റ്സ് സീ ദ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഇൻ ദ പോം. ലുക്ക് അറ്റ് ദ ഫസ്റ്റ് ലൈൻ, ദ ഹെവൻസ് വൈഡ് ആർച്ച്. Can you identify the figure of speech in that line? Yes, metaphor. Here, the sky is compared to heaven's wide arch. രണ്ട് കാര്യങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫിഗേഴ്സ് ഓഫ് സ്പീച്ചാണ് മെറ്റഫർ ആൻഡ് സിമിലി. എങ്ങനെയാണ് അത് സിമിലി എന്ന് കണ്ടുപിടിക്കുന്നത്? വളരെ ഈസിയാണ്. രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ലൈക്ക് അല്ലെങ്കിൽ ആസ് എന്ന വേർഡ് യൂസ് ചെയ്യുന്നെങ്കിൽ ദയർ ദ ഫിഗർ ഓഫ് സ്പീച്ച് വിൽ ബി സിമിലി. ഇങ്ങനെ കമ്പയർ ചെയ്യുന്നതിന് ലൈക്ക് അല്ലെങ്കിൽ ആസ് എന്ന വേർഡ്സ് ഉപയോഗിക്കാതെ അത് തന്നെയാണ് ഇത് എന്ന് സ്ട്രെസ് ചെയ്ത് പറയുന്നതാണ് മെറ്റഫർ. ഹിയർ ദ പോയിറ്റ് സേസ് സ്കൈ ഈസ് ദ ഹെവൻസ് വൈഡ് ആർച്ച്. നോ ഡൗട്ട്, അവിടെ ഒരു സംശയവും വേണ്ട, സ്കൈ ആണ് ഹെവൻസ് വൈഡ് ആർച്ച്. സോ ദയർ ദ ഫിഗർ ഓഫ് സ്പീച്ച് ഈസ് metaphor. Another example for metaphor is the tip of the pinnacle is compared to shattered lands. Here the pinnacle എന്ന് പറഞ്ഞാൽ the peak of the mountain, മലയുടെ ആ അഗ്രഭാഗത്തിനെ lands, that is spear, കുന്തം, അതുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. One more metaphor is there. The cloud is compared to the veil of the bride, that is veil of cloud, മൂടുപടമാകുന്ന മേഘം. Next, simile. I think simile is very clear in the first answer because there is the word like. Like horse in battle overthrown. There, the clouds are compared to the horse in a battle. ഇവിടെ സൂര്യപ്രകാശം തട്ടി മാഞ്ഞു പോകുന്ന ക്ലൗഡ്സിനെ യുദ്ധത്തിൽ പരാജയപ്പെട്ട
ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആതിഥേയർ. നമുക്കറിയാം ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിഥികൾ, ഹോസ്റ്റ് ആതിഥേയർ. നമ്മൾ ആരെയാണോ അതിഥിയായിട്ട് സ്വീകരിക്കുന്നത് അവരാണ് ഹോസ്റ്റ്. അപ്പോൾ യുദ്ധത്തിൽ പരാജയപ്പെട്ട ആതിഥേയർ ഹോസ്റ്റിനോടൊപ്പം ഇവിടെ കമ്പയർ ചെയ്തിരിക്കുകയാണ്. നൗ ലെറ്റ്സ് സീ personification. Look at the second line. Sun's returning march. ഇവിടെ സൺ ഒരു പേഴ്സൺ അല്ല, എന്നിട്ടും അവിടെ സൺ ഈസ് മാർച്ചിങ് എന്ന് പറയുകയാണ്. മാർച്ച് ചെയ്യുന്നത് സോൾജേഴ്സാണ്. അപ്പോൾ ഒരു പേഴ്സണായിട്ട് സണ്ണെ റിപ്രസെൻ്റ് ചെയ്യുന്നതുകൊണ്ട് there the figure of speech is personification. In the third line, soft gales went forth to kiss the sun-clad vales. There soft gales, അത് ഒരു പേഴ്സൺ അല്ല, ബട്ട് അതിന് പേഴ്സണായിട്ട് പറഞ്ഞ് ദാറ്റ് ഈസ് ഗോയിങ് ടു കിസ് ദ സൺ ക്ലാഡ് വെയിൽസ്. സോ ദയർ ദ ഫിഗർ ഓഫ് സ്പീച്ച് ഈസ് പേഴ്സോണിഫിക്കേഷൻ. വൺ മോർ പേഴ്സോണിഫിക്കേഷൻ ഈസ് ദയർ. ദേ ഗാതേർഡ് മിഡ് വേ റൗണ്ട് ദ വുഡഡ് ഹൈറ്റ്. അവിടെ ദേ എന്ന് പറയുന്നത് ക്ലൗഡ്സിനെയാണ്. സോ ഹിയർ ദ ക്ലൗഡ്സ് ആർ പേഴ്സോണിഫൈഡ്. ഓക്സിമറോൺ ഈസ് ദയർ ഇൻ ദിസ് പോം. ഡെത്ത് ദ ലെവൽ എന്ന പോയമിൽ നമ്മൾ ഓക്സിമറോൺ പരിചയപ്പെട്ടു. ഡു യു റിമെമ്പർ ദ ഓക്സിമറോൺ ഇൻ ദാറ്റ് പോം, ഡെത്ത് ദ ലെവൽ? യെസ്, വിക്ടോ, വിക്ടിം. ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴാണ് ഓക്സിമറോൺ ഉപയോഗിക്കുന്നത്. ഹിയർ എക്സാമ്പിൾസ് ഓഫ് ഓക്സിമറോൺ ആർ സോഫ്റ്റ് ഗെയിൽസ്, മെറി ഷൗട്ട്. ഹിയർ ഗെയിൽസ് നല്ല കാറ്റാണ്, ബട്ട് സോഫ്റ്റ് ഗെയിൽസ് എന്ന് പറയുമ്പോൾ അത് ജസ്റ്റ് ഓപ്പോസിറ്റായി മാറുന്നു, ഇളം കാറ്റായി മാറുന്നു. അതുപോലെ മെറി ഷൗട്ട്, ഷൗട്ട് ചെയ്യുക പറഞ്ഞാൽ ഒച്ചയുണ്ടാക്കുക. മെറി മീൻസ് ഹാപ്പി, വളരെ സന്തോഷത്തോടുകൂടെ ഒച്ചയുണ്ടാക്കാൻ പറ്റില്ലല്ലോ, പക്ഷേ ഇവിടെ പറയുന്നത് മെറി ഷൗട്ട്. ദാറ്റ് ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് തിങ്സ്, ഓക്സിമോറോൺ. സം മോർ എക്സാമ്പിൾസ് ഓഫ് ഓക്സിമോറോൺ ആർ ടെറിബിൾ ബ്യൂട്ടി ആൻഡ് സ്വീറ്റ് പെയിൻ. ലെറ്റ്സ് സീ ദ അലിറ്ററേഷൻ ഇൻ ദിസ് പോം. അലിറ്ററേഷൻ നിങ്ങൾക്കറിയാം, ഒരു ലൈനിൽ ഒരേ കോൺസണന്റ് ലെറ്റേഴ്സിൽ തുടങ്ങുന്ന വേർഡ്സ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ അലിറ്ററേഷൻ. എക്സാമ്പിൾസ് ഓഫ് അലിറ്ററേഷൻസ് ആർ ബ്ലാസ്റ്റഡ് ബയർ, ഡിസ്റ്റന്റ് ഡാഷ്, ബ്ലൂ ലേക്ക് സിൽവർ ബീച്ച്. ദയർ ദ ബി, ബ്ലൂ ബീച്ച്. ഫെയിൻറ്റ് ആൻഡ് ഫാർ, ത്രൂ തിക്ക്. There the th sound. Last point, the message of the poem. What message does the poet convey through the poem Sunrise on the Hills? വിക്ടേഴ്സ് ക്ലാസ്സിൽ നിങ്ങളുടെ അസൈൻമെൻ്റ് ആയിരുന്നു. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, മിക്കവാറും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ലെറ്റ്സ് സീ ദ മെസ്സേജ് ഓഫ് ദ പോം. The message of the poem is, if we are affected with sorrows and worries, then we must go to the woods and hills through the lap of nature. നമ്മുടെ മനസ്സിൽ വിഷമമുണ്ടെങ്കിൽ നമ്മൾ കാടുകളിലേക്കും കുന്നുകളിലേക്കും പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ലാപ്പ് ഓഫ് നേച്ചർ മീൻസ് പ്രകൃതിയുടെ മടിത്തട്ട്. നേച്ചർ ക്യാൻ കംഫർട്ട് us and give relief from all our sorrows. നമ്മുടെ എല്ലാ വിഷമങ്ങളിൽ നിന്നും നമുക്കൊരു റിലീഫ് തരാൻ പ്രകൃതിക്ക് കഴിയും. നമ്മെ കംഫർട്ട് ചെയ്യും, നമ്മെ ആശ്വസിപ്പിക്കും. The last stanza conveys the message of the poem. അപ്പോൾ നമ്മൾ ഈ പോം നന്നായി മനസ്സിലാക്കി, അതിലെ പോയറ്റിക് ഡിവൈസസ് മനസ്സിലാക്കി, ഇമേജറീസ്, വിഷ്വൽ ഇമേജറീസ്, കിനസ്തെറ്റിക് ഇമേജറീസ്, ഓഡിറ്ററി ഇമേജറീസ്, ഇത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി. പിന്നെ ലാസ്റ്റായി അതിൻ്റെ മെസ്സേജ് എന്താണെന്ന് മനസ്സിലായി. So see you soon in the next video with the appreciation of the poem Sunrise on the Hills.